ഹലോ ഗായ്സ്, ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉള്ളത്. നമുക്കിന്നൊരു കാച്ചിൽ പറിക്കൽ വീഡിയോയിലോട്ട് പോയാലോ. ഇതേ നമ്മുടെ മേളിലത്തെ പറമ്പിലാണ് കാച്ചിൽ നിൽക്കുന്നത്. മേളിലത്തെ പറമ്പിൽ നമുക്ക് ചെറിയൊരു കൃഷിയുണ്ട്, ഏലകൃഷിയുണ്ട്. ഇതാണ് കേട്ടോ ഏലക്കായ. കായെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് ആയി കിടക്കുന്ന കായാണത്. പിന്നെ നമ്മുടെ കുരുമുളക്, കാന്താരിക്കൊടി, ഇതൊക്കെ നമ്മുടെ പറമ്പിലുള്ളതാണേ. അപ്പോൾ നമ്മുടെ 2 സ്ഥലത്ത് കാച്ചിലുണ്ടായിരുന്നു. അതിലൊരെണ്ണം നമ്മൾ പറിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് നമ്മുടെ 2ാമത്തെ സൈഡിൽ കിടക്കുന്ന കാച്ചിലാണേ. ഇതിപ്പോൾ 2ാമത്തെ വർഷമായി കാച്ചിൽ നട്ടിട്ട്. കഴിഞ്ഞ വർഷം പറിച്ചില്ല, അതുകൊണ്ട് അത്യാവശ്യം നല്ല തൂക്കത്തിലുള്ള കാച്ചിലാണെന്നാണ് തോന്നുന്നത്. അത് എത്ര കുത്തിയിട്ടും പറിച്ചിട്ടും പോരുന്നുണ്ടായില്ല. ലാസ്റ്റ് പറിച്ച് വന്നപ്പോഴേക്കും അത് സ്പ്ലിറ്റായിട്ട് പകുതി പറഞ്ഞു പോന്നു. ഇനിയും ഉണ്ട് അതിൻ്റെ താഴോട്ട് ബാക്കി. അമ്മച്ചിയും മോനും കൂടി പണിയിലാണ്, കാച്ചിൽ പറിച്ചെടുക്കാനുള്ള പണിയിലാണ് അമ്മച്ചിയും മോനും കൂടി. ഇന്ന് പറിച്ചിട്ടേ ഞങ്ങൾ വീട്ടിൽ പോരൂ എന്നുള്ള മൈൻഡിലാണ് കാച്ചിൽ പറിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കനം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇത് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ മരത്തിൻ്റെ സൈഡിലായത് കൊണ്ടിട്ട് പോരുന്നേ ഉണ്ടായിരുന്നില്ല. കമ്പിപ്പാരൊക്കെ കുത്തിയിട്ടും മമ്മട്ടി എല്ലാം കൊണ്ട് കുത്തിയിട്ടൊന്നും രക്ഷയില്ലായിരുന്നു. ലാസ്റ്റ് ഇത്തിരി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടെല്ലാം മുറിഞ്ഞ് നമ്മൾ പെറുക്കി വെച്ചുകൊണ്ടിരിക്കുവാണ്. ഏകദേശം ഒരു 10-11 കിലോയുടെ അടുത്ത് വെയിറ്റ് വരുന്ന കാച്ചിലായിരുന്നു അത്. മൊത്തം പറിക്കാൻ പറ്റിയില്ല, അതിൻ്റെ താഴോട്ടൊരു പീസും കൂടി ഉണ്ട്. അപ്പം എനിക്കൊരു സമാധാനം ഇല്ല അതും കൂടി പറിക്കാതെ പോകുന്നിട്ട്. അപ്പോൾ അവരെല്ലാവരും മടുത്തു. എന്നാൽ ഞാനൊരു പിടിപിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന. പക്ഷേ എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുന്നില്ല. ഒടുക്കത്തെക്കന സാധനത്തിന് പാര എനിക്ക് പൊക്കാനുള്ള ശേഷി ഇല്ല. മഴ വന്നപ്പോൾ പപ്പ പാളത്തൊപ്പിയൊക്കെ വെച്ച് നിൽക്കും തലയിൽ. ലാസ്റ്റ് എൻ്റെ കെട്ടിയോൻ അതിലൊരു പിടി പിടിച്ച് അത് പറിച്ചെടുത്തു. നോക്കൂ, എൻ്റെ കൈ ഞാൻ പണിയെടുക്കാത്ത എൻ്റെ കയ്യിൽ മൊത്തം ചെളിയായി. ഇത് വെറുതെ ഷോഫിന് വേണ്ടി എടുത്താണ് കേട്ടോ. നമ്മൾ കാച്ചിലെല്ലാം പറിച്ച് കൊട്ടയിലോട്ടാക്കി. ഒരു 10-11 കിലോ ഉണ്ടെന്നാണ് എൻ്റെ കെട്ടിയോൻ പറയുന്നത് വെയിറ്റ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇത് വീട്ടിൽ കൊണ്ടുപോവുക, പുഴുങ്ങി കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നല്ല കാച്ചിലും കാന്താരിയും ഉള്ളിയും കൂടി ചതച്ച ചമ്മന്തിയും കൂട്ടിയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. നമ്മൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഓൾറെഡി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇതൊക്കെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ ഭർത്താവും എൻ്റെ നാത്തൂനും അമ്മച്ചിയും പപ്പയപ്പുറത്തും കഴിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർ സെറ്റിന് അത്ര താല്പര്യമൊന്നുമില്ല ഇത് കഴിക്കാനായിട്ട്. അവർ ചോറാണ് കഴിക്കുന്നത്, ഞാനും കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.